എനിക്ക് തോന്നിയതാവോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചുമ്മാ ചെയ്തതാവും. ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണതാ. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഈ അഭിമോൻ എന്താ കഴിക്കാൻ വരാത്ത? അവന്റെ കുളി ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ? എന്റെ പൊന്നേട്ടത്തി, ഇവിടൊക്കെ വെച്ചുകളൊക്കെ കുളിക്കാൻ നിന്നാണ്ടല്ലോ 2, 3, 4 മണിക്കൂറാണ് ഒന്ന് കുളിച്ച് കഴിയാന്. ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. നിങ്ങൾ എല്ലാരും ഇരിക്കുക, ഞാൻ അവനെ ഇട്ടിരുന്ന് കഴിച്ചോണ്ട്. ഏയ്, അതൊന്നും പറ്റില്ല. എല്ലാരും കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒപ്പം ഇരുന്ന് കഴിക്കാം. അതെ, ഫുഡ് എടുത്ത് വെക്കട്ടെ, എനിക്ക് നല്ല വിശക്കണ്ടേ. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. അല്ല മോനെ, ഇനിയിപ്പൊ നിന്നെ വിളിക്കാൻ വേറെ ഒരാള് വരേണ്ടി വരും ഇവിടുന്ന്. പാടെ പാടെ ഡാ, ആ ചെക്കനൊന്നും ചെയ്തേക്കല്ലേട്ടാ. ഓടി തന്നെ ഉള്ളോന്ന് തോന്നുന്നു. കാട്ടല് കണ്ടിട്ട് പിന്നെ ഇവരുടെയൊക്കെ അവനെ കുറിച്ചിട്ടുള്ള സംസാരം കേട്ടിട്ട് ഒരു പാവാണെന്ന് തോന്നുന്നു. അതിന് പോയിട്ടൊന്നും ചെയ്തേക്കല്ല മോനെ. നീ നീ എന്താ ഇവിടെ? ഞാന് മാമ പറഞ്ഞിട്ട് വന്നതാ. എന്തിന്? നിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ. ഞാൻ വന്നോളാം, നീ പൊക്കോ. ഞാൻ പോണില്ല, ഞാൻ നിന്നിട്ട് പോവുള്ളൂ. ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, നീ പൊക്കോ. ഞാൻ പോവില്ല. എനിക്ക് ഡ്രസ് ഇടണം. നീ പുറത്തോട്ട് നിക്ക്. അതെന്താ ഞാൻ ഇവിടെ നിന്നാല്? നീ ഡ്രസ് ഇട്ടോ. വേണമെങ്കിൽ ഡ്രസ്സ് മാറാം, വേണ്ടെങ്കിൽ ഡ്രസ്സ് മാറണ്ട. എന്തായാലും ഞാൻ നിന്നിട്ടല്ലാതെ ഇവിടുന്ന് പോവില്ല. ഇനിയിപ്പൊ നീ ഡ്രസ്സ് മാറാണ്ട് നിക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നിക്കാം. എന്തായാലും ഞാൻ പുറത്തോട്ട് പോവില്ല. ഞാനേ ഇന്ന് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ട്. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്തോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അബി. ഞാനൊരാണാണ്, നീ ഒരാണാണ്. പിന്നെന്തിനാ നിനക്ക് ഇത്ര നാളും? ഇനിയിപ്പോ എന്നോട് വല്ല ഫീലിങ്സും? എന്ത് ഫീലിങ്സ്? അങ്ങനൊന്നുമില്ല, പോടോ. അബി അവിടെ നിന്ന് പെട്ടെന്ന് പോയി ബാത്റൂമിൽ കയറി വാതിലടക്കുന്നു. എന്നാ ഹോട്ടാ എന്റെ ചെക്കൻ. എന്നാൽ ഇതിന് ഞാൻ എങ്ങനെ വളച്ചെടുക്കും? എവിടെയൊക്കെയോ ഒരു വളഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ ഇനി ഒരുപാട് ഞാൻ പാടുപെടണം. എന്നാ മാത്രമേ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വളഞ്ഞു കിട്ടുള്ളൂ. നീരവ് ഇങ്ങോട്ട് വരുമ്പോ കിടക്കാറുള്ള റൂമിലാണ് ഇപ്പൊ അഭിമോനും കിടക്കണതേ. അത് കുഴപ്പമില്ല ഏട്ടാ, നീരവും നീരജും കൂടി ഒരു റൂമിൽ കിടന്നോളും. അശ്ശോ, അത് പറ്റില്ല അച്ഛാ. നീരജിന് കുറച്ച് ഫയൽ നോക്കണ്ടത്രേ. ഫയലോ? ആ ആ ആ, എനിക്ക് ഫയൽ നോക്കാണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടേ, ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എന്റെ അടുത്ത് കിടന്നാൽ ശരിയാവില്ല. നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ, ഫയൽ നോക്കിക്കോ, അതിനിപ്പോ എന്താ പ്രശ്നം? അതൊന്നും കൊണ്ടല്ല അച്ഛ അവൻ അങ്ങനെ പറഞ്ഞ്. എനിക്ക് ഉറങ്ങണമെങ്കിൽ അപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യണേ. അവനക്ക് എന്തായാലും അത് പറ്റില്ലല്ലോ, അവനക്ക് ഫയൽ നോക്കാനൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും അതിന് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടാലും ഉറക്കം വരും ചെയ്യില്ല. കുഴപ്പമില്ല അച്ഛ, ഞാൻ അബിയുടെ റൂമിൽ കിടന്നുണ്ട്. അബി, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോടാ? എനിക്ക് അത് അവനൊരു പ്രശ്നമല്ല, പിന്നെ ഇവിടെ ആർക്കും പ്രശ്നം? വാടാ അബി. വിനയത്തിലകമേ. അതെ, ഞാൻ നിലത്ത് കിടന്നോളാം, താൻ ബെഡി കിടന്നു. എന്താ? ഞാൻ നിലത്ത് കിടന്നോളാന്ന്, താൻ ബെഡി കിടന്നോ? നമുക്ക് രണ്ടുപേർക്കും ബെഡി കിടക്കാന്നേ. അത് അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? അത് അതൊന്നുമില്ല, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേന്ന്? അത് ശരിയാവാത്തോണ്ട് അതന്നെ. ആ ശരിയാവാത്തേ? എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? അത് പിന്നെ താൻ എന്തിനടുത്തോട്ട് വരണേ? ഏയ്ഷ്, നീ വിഷയം മാറ്റല്ലേ, കാര്യം പറ. എന്താ നമ്മള് രണ്ടുപേരും എടുത്ത് കിടന്നാല്, ഒപ്പം കിടന്നാല്? അത് ഞാൻ കിടക്കില്ല, അത്ര തന്നെ. വാശിയാണോ? അതെ, വാശി തന്നെ. ഞാൻ കിടക്കില്ല അവിടെ. എന്നാ നിന്നെ കെടുത്താൻ എനിക്കറിയാം. വീട്ട് വീട്ട് ഞാൻ ഒച്ചിടുവേ. ശരിക്കും ശരിക്കും നീ ഒച്ചിടും?